മക്കളെ, അടുത്തതൊരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. സാറിനെ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. സാർ ഈസി ആയിട്ട് പറഞ്ഞു തരാം. സി, റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഈസ് 70. നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആകുന്ന ആദ്യത്തെ 7 പദങ്ങൾ 70 ആകുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ 7 പദങ്ങൾ 70 ആകുന്നു എങ്കിൽ ഒരു ട്രിക്ക് സാറ് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള 3 സമാന്തര ശ്രേണികൾ എഴുതണം. അപ്പോൾ ഈ ആദ്യത്തെ 7 പദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, 7 ടേംസ്. ഇങ്ങനെയുള്ള 7 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് 70 എന്ന് തന്നിരിക്കുന്നത്. ഏത് 1 + 2 + 3 + 4 അങ്ങനെയല്ല പറയുന്നത്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത്, 7th ടേം എല്ലാം കൂടി ചേരുന്ന സമ്മ് 70 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മിഡിലായിട്ടുള്ള ടേം കണ്ടുപിടിക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട്. ദേണ്ടോ, ഇത് 4th ടേമാണ് മിഡിൽ. കാരണം ഇങ്ങോട്ട് 3 ടേം വരും, ഇങ്ങോട്ട് 3 ടേം വരും. അപ്പോൾ 4th ടേം എന്ന് പറയുന്നത് മിഡിലാണ്. ആ മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള സൂത്രപ്പണി സാറ് പറഞ്ഞുതരാം. ഈ സമ്മിനെ എത്ര ടേമുകൾ മൊത്തമുണ്ട്? മൊത്തം 7 ടേമുകളുണ്ട്. ആ സമ്മിനെ ആ ടേമിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4th ടേം കിട്ടും. സെൻറ്ററിലെ മിഡിൽ ടേം കിട്ടും. അത് സാർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ ഈ ആദ്യ പദം അല്ലെ ഫസ്റ്റ് ടേമിനെ നമ്മൾ എ എന്ന് എഴുതും. രണ്ടാം പദത്തെ നമ്മൾ അല്ലെ സെക്കൻഡ് ടേമിന് A+D, അതായത് എയുടെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടും. മൂന്നാം പദത്തെ നമ്മൾ A+2D എന്ന് പറയും. അല്ലേ? സാധാരണ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. ഓരോ പദത്തോടും ഡി കൂട്ടി കൂട്ടി കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി അങ്ങ് പോകും. ഇതിൻ്റെ സമ്മെന്ന് നോക്കിയേ, സം നോക്കിയേ, 3 കൂടി ആഡ് ചെയ്യുമ്പം A+A+A 3A വന്നു, 3A വരും. ഇവിടെ D+2D 3D വരും. അതായത് ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പം നമുക്ക് 3A+3D എന്ന് കിട്ടും. ഇനി ഇത് ഒന്നാം പദം, ഇത് രണ്ടാം പദം, ഇത് മൂന്നാം പദം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. ഇതിലെ മിഡിൽ ടൈം എന്ന് പറയുന്ന ഈ രണ്ടാമത് കാണുന്നതാണല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ ടൈം കിട്ടണമെങ്കിൽ മൊത്തമുള്ള 3 പദങ്ങളുണ്ട്, 3 ടൈംസ് ഉണ്ട്. നമുക്ക് ടോട്ടൽ സമ്മിനെ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. നമുക്ക് 3 × A+D/3 = A+D എന്ന് കിട്ടുന്നുണ്ടോ? അതായത് ഈ 3 ടേമുകളുടെ സമ്മിനെ ആ ടേമുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മിഡിൽ ടേമിനുള്ള ടേം കിട്ടും. ഈ ട്രിക്ക് മക്കൾ ഓർത്തിരിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ 7 ടേമുകളുണ്ട്. അതിൻ്റെ സമ്മ് നമുക്ക് 17 തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മ് 70 ആണ്. 7 ടേമുകൾ മൊത്തമുണ്ട്. അപ്പോൾ ടേമുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 7 ടേമുകളുടെ മിഡ് പോയിന്റിലുള്ള മിഡിൽ ടൈം കിട്ടും. അതായത് 4th ടൈം കിട്ടും. അപ്പോൾ 70യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 10. അപ്പോൾ 4th ടൈം 10 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം മിഡിൽ ടൈം കാണാനല്ല. നമ്മോട് ചോദിച്ചത് റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് ദ സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ് ഈസ് 70. അല്ലെങ്കിൽ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതണം. അപ്പം നമുക്കിവിടെ 7 പദങ്ങളിലെ മിഡിൽ ടൈം മാത്രം കിട്ടി. കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം നമുക്കറിയില്ല. 3 സമാന്തര ശ്രേണി എഴുതാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പക്ഷേ മിഡിൽ ടൈം 10 വരണം. കാരണം മിഡിൽ ടൈം 10 ആകുന്ന രീതിയിലുള്ള 3 സമാന്തര ശ്രേണി എഴുതണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 1 കാണിക്കുക. പൊതുവ്യത്യാസം 1 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം മിഡിൽ ടൈം എഴുതുക, 10 എന്ന് എഴുതി. പൊതുവ്യത്യാസം 1 ആയതുകൊണ്ട് 4th ടൈം 10 ആണ്. ഇത് 4th ടൈമാണ്. നമ്മോട് പറഞ്ഞിട്ടുണ്ട് 4th ടൈമാണ് 10 എന്ന് പറയുന്നത്.
അപ്പം തേർഡ് ടേം, സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം പൊതുവ്യത്യാസം അല്ലെ കോമൺ ഡിഫറൻസ് 1 ആയതുകൊണ്ട് ഈ 10-ൽ നിന്ന് 1 കുറച്ചു, 9-ൽ നിന്ന് 1 കുറച്ചു, 8-ൽ നിന്ന് 1 കുറച്ചു. ഇങ്ങോട്ടാകുമ്പോൾ ഓരോന്ന് കൂട്ടി, 10-ൽ നിന്ന് 1 കൂട്ടി 11, 1 കൂട്ടി 1 കൂട്ടി എഴുതി. ഇനി അടുത്ത പ്രോഗ്രഷൻ അല്ലെങ്കിൽ അടുത്ത സീക്വൻസ് കാണാൻ വേണ്ടി നമുക്ക് പൊതുവ്യത്യാസം 2 ആക്കി എടുക്കാം, അല്ലെ കോമൺ ഡിഫറൻസ് 2 ആക്കി എടുക്കാം. അവിടെയും നമ്മൾ മിഡിൽ ടേം 10 എഴുതിയിട്ട് പൊതുവ്യത്യാസം അല്ലെ കോമൺ ഡിഫറൻസ് 2 ആയതുകൊണ്ട് 10 - 2 8, 8 - 2 6 - 2. ഇങ്ങോട്ടാകുമ്പം 10 + 2 + 2 + 2 അങ്ങനെ എഴുതുക. ഇനി അതുപോലെ മൂന്നാമത്തെ ഒരു സീക്വൻസ്, അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാൻ വേണ്ടി കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം 3 കൊടുക്കുക. അപ്പം നമുക്ക് സെൻട്രൽ 10 തന്നെ എഴുതി, അതിന് മാറ്റമൊന്നുമില്ല. മിഡിൽ ടൈം എപ്പോഴും 10 ആണ്. കോമൺ ഡിഫറൻസ് 3 ആയതുകൊണ്ട് 10 - 3, 7 - 3 4 വരും, 4 - 3 1 വരും. ഇവിടുന്ന് 10 + 3 + 3 + 3 ഇങ്ങനെ എഴുതുമ്പോൾ 3 സമാന്തര ശ്രേണിയായി. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, എത്ര ടേമുകളാണോ തന്നിരിക്കുന്നത്, സം തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ടേമുകളുടെ ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ ടേം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എടുക്കുമ്പോൾ നമുക്ക് മിഡിൽ ടൈം കിട്ടും. ഇത് നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം, അവിടെ എഴുതി വെക്കണം. അപ്പം നമുക്ക് ഈസി ആയിട്ടിത് ചെയ്യാൻ പറ്റും. മക്കൾ തന്നെ ഇതുപോലെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതുപോലെ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാറിൻ്റെ വാട്സപ്പിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ്, എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. മക്കളെ 1 to 1 ആയിട്ട് കറക്റ്റായിട്ട് പഠിപ്പിച്ച് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മക്കൾ മറക്കരുത്.